ക്ഷേത്രങ്ങളിൽ പഴയ കാലത്ത് കരക്കാരുടെ ഒത്തുകൂടലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒത്തുകൂടൽ മണ്ഡപങ്ങൾ ഒരിടത്തും കാണാറില്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കോട്ടയം രാമപുരത്തെ നാലമ്പല ദർശനത്തിൽ ഉൾപ്പെട്ട നാലാമത്തെ ക്ഷേത്രമാണ് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മൂന്നാം ക്ഷേത്രമായ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഇരപ്പുംകര റോഡ് വഴി ഏതാണ്ട് 2.25 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മേതിരി ശത്രുഘ്നസ്വാമി സന്നിധിയിൽ എത്തിച്ചേരാം. ഒരേ ഐതിഹ്യ കഥയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ക്ഷേത്രഘടനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഏറെ സമാനതകളുണ്ട് ഈ 4 ക്ഷേത്രങ്ങൾക്കും. അഴകോലും തിരുരൂപം മകതാരിൽ നിറച്ചാർത്തായി മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ചതുർബാഹുവായ വിഷ്ണുരൂപമാണ് ശ്രീകോവിലിൽ. ക്ഷേത്രത്തിൽ ധ്വജസ്തംഭമില്ല, അതുകൊണ്ട് തന്നെ കൊടിയേറ്റുത്സവവുമില്ല. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം തന്നെയാണ് ഇവിടുത്തെ വിശേഷ ഉത്സവം. ഇടവത്തിലെ അത്തം നാൾ പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്നു. കൂടാതെ രാമനവമി ഒരു പ്രധാന ദിനമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. രാമപുരത്തെ 4 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഉപദേവതാഭാവത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ മേതിരിയിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏറ്റവും ശക്തിയാർന്ന ശ്രീപോർക്കലി ഭാവത്തിലാണ് ദേവി കുടികൊള്ളുന്നത്. ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീപോർക്കലി ക്ഷേത്രത്തിന്റെ അധികാര അവകാശങ്ങൾ കൊണ്ടോർ മനയ്ക്കാണ്. ശത്രുഘ്ന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് 2 ഭാവങ്ങളുണ്ട്. ഉച്ചവരെ ശത്രുഘ്ന ഭാവത്തിലും അതിനുശേഷം സന്താന ഗോപാല ഭാവത്തിലുമാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. മിന്നും വെൺഖഡ്ഗവുമായി ദേവതേരോട്ടമായി ശരരേഖ കടന്നിടാൻ വരാൻ. അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിന് എത്തുന്നവർ ഉച്ചയ്ക്ക് 12:30 മുമ്പ് അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ശത്രുഘ്നസ്വാമിയുടെ ദർശനം ലഭിക്കുകയില്ല. കണി കാണും പുലർവേള സ്തുതി പാടുമീ പൂർണ്ണനദി. പഴയ കാലത്ത് ഇത് ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും അതിന് സമീപത്തായിരുന്നു ശത്രുഘ്ന ക്ഷേത്രമെന്നും അത് ക്ഷയിച്ചു പോയപ്പോൾ ശത്രുഘ്ന ചൈതന്യം ഇവിടെ ലയിച്ചു എന്നുമാണ് വിശ്വാസം. സുദർശനമൂർത്തിയുടെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ചക്രസമർപ്പണവും ചക്രപൂജയുമാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ. മറ്റു വഴിപാടുകളെല്ലാം സാധാരണ വിഷ്ണു ക്ഷേത്രത്തിലേതുപോലെ തന്നെയാണ്. സന്താനമൂർത്തി ഭാവമുള്ളതിനാൽ തൊട്ടിൽ സമർപ്പണം ഒരു സവിശേഷ നേർച്ചയാണ്. തിരുവോണം വരുമല്ലോ അഖിലേശ്വര. ശത്രുബാധാദോഷങ്ങളുടെ നിവാരണം, ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയാണ് ചക്രസമർപ്പണത്തിലൂടെ ഭക്തർ നേടിയെടുക്കുന്ന അനുഗ്രഹം. പെരുമാളെ മാലാധര ദേവാ കരുണാമയനേ പാപജന്മങ്ങളിൽ കഠിനകാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കർക്കിടകത്തെ ഭക്തി കൊണ്ട് കമനീയ കാലമായി പരിവർത്തനം ചെയ്യുന്ന നാലമ്പല ദർശന പുണ്യം എല്ലാ ഭക്തരിലേക്കും ഒഴുകിയെത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ മേതിരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാമസന്നിധിയിലേക്ക് മടങ്ങാം. ഹരേ രാമ രാമ രാമ. കണി കാണും പുലർവേള സ്തുതി പാടുമീ